ഓം ശാന്തി. 26/5/69 അവ്യക്ത മഹാവാക്യങ്ങളുടെ തുടർച്ച. സഹനശക്തി കൈസേ ആയെങ്കിൽ, സഹനശക്തി എങ്ങനെ വരും? ജിത്തന ജിത്തന സ്നേഹി ബനേഗി, എത്രമാത്രം സ്നേഹിയാകുന്നു അതിനനുസരിച്ച് സഹനശക്തി വർദ്ധിക്കും. जितना जिसके प्रति स्नेह होता है तो उस स्नेह में शक्ति आ जाती है. ആരോട് എത്രമാത്രം സ്നേഹമാണോ ഉള്ളത് ആ സ്നേഹത്തിനനുസരിച്ച് ശക്തിയും വരും. स्नेह में सहन शक्ति कैसे आती है, कभी അനുഭവ किया? സ്നേഹത്തിൽ സഹനശക്തി എങ്ങനെയാണ് വരുന്നത് എപ്പോഴെങ്കിലും അനുഭവം ചെയ്തിട്ടുണ്ടോ? ബാബ എങ്ങനെയാണ് സഹനശക്തിയെ വർദ്ധിപ്പിക്കാൻ കഴിയുന്നത് എന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. എത്ര സ്നേഹമുണ്ടോ അതിനനുസരിച്ച് സഹനശക്തി വർദ്ധിക്കും. അതെങ്ങനെയാണ് എന്നുള്ളതും കൂടി ബാബ നമുക്ക് കേൾപ്പിച്ചു തരികയാണ്. ജൈസേ ദേഖോ കൊയ് ബച്ചേക്ക് മാഹെ. ബാബ ഉദാഹരണം പറയുകയാണ്. ഒരു കുട്ടിയുടെ അമ്മ നോക്കൂ, ഒരു കുട്ടിയുടെ അമ്മ. ബച്ചേ പർ ആപ്ദ ആത്തി ഹെ, माँ का स्नेह है तो स्नेह के कारण उसमें सहन शक्ति आ जाती है. ആ കുട്ടിക്ക് ഏതെങ്കിലും ഒരു ആപത്ത് വരുമ്പോൾ അമ്മയ്ക്ക് സ്നേഹമുള്ളത് കാരണം സഹനശക്തി വരികയാണ്. ബच्चे के लिए सब कुछ सहन करने के लिए तैयार हो जाती है. കുട്ടിക്ക് വേണ്ടി എന്തും സഹിക്കുന്നതിന് അമ്മ തയ്യാറാകുകയാണ്. उस समय स्नेह में कुछ भी अपने तन का व परिस्थितियों का कुछ फिक्र नहीं रहता है. ആ സമയത്ത് സ്നേഹത്തിൽ തൻ്റെ ശരീരത്തിൻ്റെയോ അല്ലെങ്കിൽ തൻ്റെ പരിതസ്ഥിതികളുടെയോ തൻ്റെ ഒരു പ്രയാസവും ചിന്തിക്കാറില്ല. അപ്പോൾ ബാബ ഇവിടെ ഒരമ്മയുടെ സ്നേഹം തൻ്റെ കുട്ടിയോടുള്ളത് വളരെ സ്പഷ്ടമായിട്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. തൻ്റെ കുട്ടിക്കൊരാപത്ത് അല്ലെങ്കിൽ ഒരു അസുഖം വരുമ്പോൾ അമ്മയ്ക്കിനി എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും എത്രയെല്ലാം അസുഖം ഉണ്ടായിരുന്നാലും ആ അമ്മ ആ സമയത്ത് അത് ഓർക്കാറില്ല. അമ്മ അത് പെട്ടെന്ന് തന്നെ മറന്നു പോകും. തൻ്റെ കുഞ്ഞിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ആ അമ്മ എന്തും ത്യാഗം സഹിക്കും. എത്ര ഉറക്കം വേണമെങ്കിലും ഉണർന്നിരിക്കും. എങ്ങനെ എൻ്റെ കുഞ്ഞ് രക്ഷപ്പെടണമെന്നുള്ളതുകൊണ്ട് അവിടെ സഹനശക്തി വന്നത് സ്നേഹത്തിൻ്റെ ആധാരത്തിലാണ്. ബാബ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നിങ്ങൾക്ക് സ്നേഹമുണ്ട് എന്നോട് എങ്കിൽ സഹനശക്തിയും സ്വതവേ തന്നെ വരും എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. तो ऐसे ही अगर निरंतर स्नेह रहे तो उस स्नेही प्रति सहन करना कोई बड़ी बात नहीं लगती. അതേപോലെ ബാബയോട് നിരന്തര സ്നേഹമുണ്ട് എങ്കിൽ ആ സ്നേഹിക്ക് വേണ്ടി സഹിക്കുന്നത് ഒരു വലിയ കാര്യമായി തോന്നുകയില്ല. സ്നേഹ കം ഹേ ഇസ്ലിയേ സഹൻ ശക്തി വി കം ഹേ. സ്നേഹം കുറവാണ്, അതുകൊണ്ടാണ് സഹനശക്തിയും കുറവ്. യഹ് ഹേ ആപ് സഭി കെ പേപ്പർ കി റിസൾട്ട്. ഇതാണ് നിങ്ങളുടെ എല്ലാവരുടെയും പേപ്പറിൻ്റെ റിസൾട്ട്. അബ് ഏക് മാസ് കെ ബാദ് റിസൾട്ട് ദേഖെങ്കെ. ഇനി ബാബ ഒരു മാസത്തിന് ശേഷം നിങ്ങളുടെ റിസൾട്ട് നോക്കും. വഹാം 3 മാസ് ബാദ് പേപ്പർ ആത്താ ഹെ. സാധാരണ സ്കൂളിൽ 3 മാസത്തിന് ശേഷമാണ് ടെസ്റ്റ് പേപ്പർ വരുന്നത്. यहाँ 1 मास बाद इसी रिजल्ट को देखेंगे कि स्नेही रूप कितना बने. ഇവിടെ പിന്നെ ഒരു മാസത്തിന് ശേഷം ഇതേ റിസൾട്ട് നോക്കും എത്രമാത്രം സ്നേഹി രൂപമായി എന്ന്. അപ്പോൾ ബാബ ചുരുക്കത്തിൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്ന ഇതാണ്, നമുക്ക് ബാബയുള്ള സ്നേഹം കുറവാണ്, അതുകൊണ്ടാണ് സഹനശക്തിയും കുറയുന്നത്. അപ്പം നമ്മൾ തീർച്ചയായിട്ടും ബാബയുടെ സ്നേഹത്തെ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ, ബാബ തരുന്ന പ്രാപ്തിയെക്കുറിച്ച് നമ്മൾ ഓർക്കുകയാണെങ്കിൽ, ബാബ നമുക്ക് എത്രമാത്രം സ്നേഹം തരുന്നു, എത്രമാത്രം അഭയം തരുന്നു, എത്രമാത്രം ശക്തി തരുന്നു, എത്രമാത്രം ബാബ നമ്മളെ സംരക്ഷിക്കുന്നു, ഈ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ബാബയുടെ സ്നേഹം വർദ്ധിക്കും. അതിന് യാതൊരു സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് വരുന്ന പരിതസ്ഥിതികളെ വളരെ സഹജമായി നമുക്ക് തരണം ചെയ്യാനും സാധിക്കും. അങ്ങനെ നമ്മുടെ സഹനശക്തി വർദ്ധിക്കുകയും ബാബയോടുള്ള സ്നേഹം വർദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് നമ്മുടെ റിസൾട്ട് ഒരു മാസത്തിനകം തീർച്ചയായിട്ടും നല്ല സ്നേഹി രൂപത്തിൻ്റെത് ബാബയ്ക്ക് കൊടുക്കാൻ കഴിയും. മുഖ്യ ഹേ നിർഭേദ കാ ഗുണ ജോ പേപ്പർ മേ നഹീ ദിയാ ഥാ. അപ്പം മുഖ്യമായിട്ടുള്ളത് നിർഭേദയുടെ ഗുണമാണ്.
അത് ടെസ്റ്റിൽ തന്നിട്ടുണ്ടായിരുന്നില്ല, അത് ചോദ്യപേപ്പറിൽ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് ബാബ ഓർമ്മിപ്പിക്കുകയാണ്. ക്യോങ്കി ഉസ്കി ബഹുത് കമി ഹെ, വളരെയധികം കുറവുണ്ട് ആ കാര്യത്തിൽ. കുട്ടികൾക്ക് ഭയമുണ്ട് എന്ന് ബാബ പറയാണ്. നിർഭയതയുടെ ഗുണം വന്നിട്ടില്ല എന്ന്. एक मास के अंदर इस निर्भयता के गुण को भी अपने में पूरे भरने की कोशिश करना है. ഈ ഒരു മാസത്തിനുള്ളിൽ നിർഭയതയുടെ ഗുണവും തൻ്റെ ഉള്ളിൽ പൂർണ്ണമായിട്ട് നിറയ്ക്കുന്നതിന് ശ്രമിക്കണം. നിർഭയത കൈസെ ആയെങ്കി ഉസ്കെ ലിയെ മുഖ്യ ക്യാ പുരുഷാർത്ഥ ഹെ, നിർഭയത എങ്ങനെ വരും, അതിനുവേണ്ടി മുഖ്യമായിട്ടുള്ള പുരുഷാർത്ഥം എന്താണ്? അപ്പോൾ ബാബ സ്നേഹത്തെ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ സഹനശീലതയുടെ ശക്തി വർദ്ധിപ്പിക്കാൻ കഴിയും എന്ന് നമ്മളെ ഉപദേശിച്ചു. ഇനി അടുത്തത് ബാബ നമ്മളെ പഠിപ്പിക്കുന്ന ഗുണം നിർഭയതയുടേതാണ്. ആ നിർഭയതയുടെ ഗുണം എങ്ങനെ നമ്മളിൽ വരാൻ കഴിയും, അതിനുള്ള മുഖ്യമായ പുരുഷാർത്ഥം എന്താണ്, അതാണ് അടുത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് അഥവാ ഓർമ്മിപ്പിക്കുന്നത്. നിരാകാരി ബനന, നിരാകാരിയാകുക എന്നുള്ളതാണ് നിർഭയതയുടെ ഗുണം വർദ്ധിപ്പിക്കുന്നതിനുള്ള മാർഗം. ജിത്തന നിരാകാരി അവസ്ഥാമേ ഹോങ്കെ ഉത്തന നിർഭയ ഹോങ്കെ, എത്രമാത്രം നിരാകാരി അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു അത്രയും നിർഭയരാകും. ഭയ് തോ ശരീർ കെ ഭാൻമേ ആനേസേ ഹോത്ത ഹെ, ഭയം ഉണ്ടാകുന്നത് ദേഹത്തിൻ്റെ ബോധത്തിൽ വരുന്നത് കൊണ്ടാണ്. യഹ് ഏക് മാസ് കാ ചാർട്ട് പഹലേ ബതാ ദേത്തെ ഹെ, ഒരു മാസത്തെ ചാർട്ട് ബാബ നേരത്തെ തന്നെ കേൾപ്പിക്കുകയാണ്. कुमारियों का ट्रेनिंग क्लास पूरा होगा तो यह वे पूछेंगे कि सहन शक्ति, निर्भय और निश्चय की परख जो बताई वह कहाँ तक है. കുമാരിമാരുടെ ട്രെയിനിങ് ക്ലാസ് പൂർത്തിയാകുമ്പോൾ ബാബ ഇതും കൂടി ചോദിക്കും. സഹനശക്തി, അതുപോലെ നിർഭയ നിശ്ചയത്തിൻ്റെ തിരിച്ചറിവ് ഏതാണോ ബാബ കേൾപ്പിച്ചത് അത് എവിടം വരെ വന്നു എന്ന് ബാബ റിസൾട്ട് നോക്കും. ഇൻ തീനോ ബാത്തും കാ പേപ്പർ ഫിർ ലേങ്കി, ഈ മൂന്ന് കാര്യങ്ങൾ എത്രമാത്രം ജീവിതത്തിൽ വന്നിട്ടുണ്ട് എന്ന് പിന്നെ ബാബ വീണ്ടും ടെസ്റ്റ് ചെയ്യും. അതിൻ്റെ പേപ്പർ അടുത്ത് ഉണ്ടാകും. അപ്പം നമുക്കിത് മനസ്സിലായി. നിർഭയതയുടെ ഗുണം നമ്മളിൽ വരുന്നതിന് വേണ്ടി ബാബ നിരാകാരി സ്ഥിതി അഭ്യസിക്കുന്നതിന് വേണ്ടി പറഞ്ഞു. ഞാൻ ആത്മാവ് നിരാകാരിയാണെന്നുള്ള ഓർമ്മ വരുമ്പോൾ സ്വാഭാവികമായിട്ട് തന്നെ നമ്മളിൽ നിന്ന് ഭയം ഇല്ലാതാകും. ദേഹത്തിൻ്റെ ബോധത്തിൽ കൂടിയാണ് ഭയം ഉണ്ടാകുന്നത്. അപ്പം നിർഭയരാകണമെങ്കിൽ ആത്മസ്വരൂപത്തിലേക്ക്, നിരാകാരി സ്വരൂപത്തിലേക്ക് തിരിച്ചു വരണം എന്ന് ബാബ ഓർമ്മിപ്പിക്കുകയാണ്. കുമാരിയോം സേ ബാപ്ദാദാ കാ സ്നേഹ് വിശേഷ് ക്യോं ഹോത്താ ഹെ, കുമാരിമാരോട് ബാപ്ദാദായ്ക്ക് വിശേഷിച്ച് സ്നേഹം എന്തുകൊണ്ടാണ്? कौन सी खास बात है जो बाप दादा का खास नहीं होता है, ഏതൊരു പ്രത്യേക കാര്യം കൊണ്ടാണ് ബാബയ്ക്ക് പ്രത്യേകിച്ചും കുമാരിമാരോട് സ്നേഹം? क्योंकि बाप दादा समझते हैं अगर इनको ईश्वरीय स्नेह नहीं मिलेगा तो और किसी के स्नेह में लटक जाएंगी. കാരണം ബാപ്ദാദ ഇത് മനസ്സിലാക്കുന്നുണ്ട്. ഇവർക്ക് അഥവാ ഈശ്വരീയ സ്നേഹം കിട്ടുന്നില്ല എങ്കിൽ ഇവർ വേറെ ആരുടെയെങ്കിലും സ്നേഹത്തിൽ കുടുങ്ങിപ്പോകുമെന്ന്. ബാപ്പ് രഹം ദിൽ ഹേന, ബാബ ദയാമനസ്കനാണല്ലോ. ബാബ ദയാമനസ്കനായതുകൊണ്ട് ബാബയ്ക്ക് കുട്ടികളുടെ കാര്യങ്ങളെക്കുറിച്ച് നന്നായിട്ടറിയാം. കുട്ടികൾ ഭാവിയിൽ അങ്ങനെ ഒരു കുഴപ്പത്തിൽ ചെന്ന് ചാടരുത് എന്ന് വിചാരിച്ചിട്ടാണ് ബാബ കുട്ടികളെ വളരെയധികം സ്നേഹിക്കുന്നത്, പ്രത്യേകിച്ചും കുമാരിമാരെ. ഈശ്വര സ്നേഹം കിട്ടിക്കഴിഞ്ഞാൽ ആ ഈശ്വരൻ തന്നെ അവരുടെ മനസ്സും ബുദ്ധിയും ലയിച്ചിരിക്കുമല്ലോ. വേറൊരു വ്യക്തിയുടെ സ്നേഹത്തിന് വേണ്ടി അവർ പോവുകയില്ലല്ലോ. അതുകൊണ്ടാണ് ബാബ കുമാരിമാരെ പ്രത്യേകിച്ച് സ്നേഹിക്കുന്നത് എന്ന് പറയുകയാണ്. तो रहम के कारण स्नेह है, भविष्य बचाव के कारण विशेष स्नेह रहता है. ദയുള്ളത് കാരണം സ്നേഹമുണ്ട്, ഭാവിയിൽ രക്ഷപ്പെടുത്തണം എന്നുള്ളത് കൊണ്ടും വിശേഷിച്ച് സ്നേഹമുണ്ട്. अब देखेंगे बाप दादा के स्नेह का जवाब क्या देते हैं. ബാബ പറയാണ്, ഞാൻ നോക്കട്ടെ ബാപ്ദാദയുടെ ഈ സ്നേഹത്തിൻ്റെ ഉത്തരം നിങ്ങൾ എന്താണ് തരുന്നത്. അപ്പോൾ ബാപ്ദാദ കുമാരിമാരെ വളരെയധികം സ്നേഹിക്കുകയാണ്. വളരെയധികം ദയ ബാബ കുമാരിമാരുടെ മേൽ കാണിക്കുകയാണ്. കാരണം കുമാരിമാർ രക്ഷപ്പെടണമെന്ന് വിചാരിച്ച്. അപ്പോൾ ആ കാണിക്കുന്ന ദയയ്ക്കും സ്നേഹത്തിനും
കുട്ടികൾ എന്ത് ഉത്തരവാണ് കൊടുക്കാൻ പോകുന്നത് അത് ബാബ നോക്കട്ടെ എന്ന് ബാബ പറയുകയാണ്. അപ്പനെ കോ ബച്ചാനാ ഹെ യഹ് ഹെ ബാബ്ദാദാ കെ സ്നേഹ ക റെസ്പോണ്ട്. അപ്പം ഇതാണ് ബാബ്ദാദയുടെ സ്നേഹത്തിൻ്റെ റെസ്പോൺസ്. കിൻ കിൻ ബാത്തോ മേ ബച്ചാനാ ഹെ മാലൂം ഹെ. ഏതേതെല്ലാം കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണം അറിയാമോ? ഏക് തോ മനസ്സാ സഹിത് പ്യൂരിറ്റി ഹോ മനസ്സാമേ കോയി സംശയനായി. ഒന്ന്, മനസ്സാ സഹിതം പവിത്രത, മനസ്സിൽ ഒരു സംശയവും വരരുത്. ഇവിടെ പവിത്രത ബാബ ഒന്നുകൂടി ഊന്നൽ കൊടുത്ത് പറയുകയാണ്. സംശയം വരികയാണെങ്കിലും അതും അപവിത്രതയാണ്. അതുകൊണ്ട് ഒരിക്കലും കുട്ടികൾ ഒന്നിനും സംശയം ഉണ്ടാകരുത്. और दूसरी बात, अपनी वाचा भी ऐसी रखनी है जो मुख से कोई ऐसा बोल न निकले. രണ്ടാമത്തെ കാര്യം, ശബ്ദം അങ്ങനെയായിരിക്കണം, മുഖത്തിൽ നിന്ന് ഒരു ശബ്ദവും അങ്ങനെയുള്ളത് വരരുത്. വാണി മേ ഭി കൺട്രോൾ, മനസ്സാ മേ ഭി കൺട്രോൾ. ശബ്ദത്തിൻ്റെ മേലും പൂർണ്ണ നിയന്ത്രണം, മനസ്സിൻ്റെ മേലും പൂർണ്ണ നിയന്ത്രണം വേണം. ബാബ ഏതെല്ലാം കാര്യങ്ങളിൽ നിന്ന് കുമാരിമാർ രക്ഷപ്പെടണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതൊന്ന്, മനസ്സിൽ ലേശം പോലും അപവിത്രത ഉണ്ടാകരുത്, ഒരു സംശയം പോലും ഉണ്ടാകരുത്. സംശയം വന്നാലും അതും അപവിത്രതയാണ്. പിന്നെ ശബ്ദത്തിൻ്റെ മേൽ പൂർണ്ണ നിയന്ത്രണം വേണം, അങ്ങനെയുള്ള ഒരു ശബ്ദവും വരരുത്, അതും ശ്രദ്ധിക്കണം. വാച ഐസി രഖിനി ഹെ ജൈസെ സാകാർ മേ ബാബ്ദാദാ കി ഥി. ശബ്ദങ്ങൾ അങ്ങനെ വയ്ക്കണം ഏതുപോലെ സാകാരത്തിൽ ബാബ്ദാദയുടെ ശബ്ദങ്ങളായിരുന്നു. കർമ്മ ഭി ഐസാ കർണ ഹെ ജൈസെ സാകാർ തൻ ദ്വാര കർഖെ ദിഖായ. കർമ്മവും അങ്ങനെ ചെയ്യണം, സാകാര ശരീരത്തിലൂടെ ചെയ്തു കാണിച്ചു. ബ്രഹ്മബാബ ഉണ്ടായിരുന്ന സമയത്ത് ബാബ എങ്ങനെയാണോ ശബ്ദങ്ങൾ ഉച്ചരിച്ചിരുന്നത് അതേപോലെയുള്ള ശബ്ദങ്ങളായിരിക്കണം കുമാരിമാരുടെ മുഖത്തിൽ നിന്നും വരാൻ. അതേപോലെ ശിവബാബ ബ്രഹ്മബാബയിലൂടെ കർമ്മം ചെയ്ത് കാണിച്ചു. അങ്ങനെയുള്ള കർമ്മമാണ് കുമാരിമാർ ചെയ്യാൻ. അതാണ് ബാബയുള്ള സ്നേഹത്തിൻ്റെ റിട്ടേൺ. അത് ബാബ ഓർമ്മിപ്പിക്കുകയാണ്. ആപ്കാ കർമ്മ ഐസാ ഹോ ജോ ഔർ ഭി ദേഖ് കർ ഐസാ കരെ. നിങ്ങളുടെ കർമ്മം അങ്ങനെയായിരിക്കണം, മറ്റുള്ളവരും അത് കണ്ട് ചെയ്യണം. യഹ് ഹേ കുമാരിയും ഖേലിയ ഖാസ്. ഇത്രയും കാര്യം ബാബ കുമാരിമാർക്ക് വേണ്ടി പ്രത്യേകിച്ച് ഉച്ചരിച്ചതാണ്. അവർ കിസ്സേ ബച്ചനാഹെ, ഇനി എന്തിൽ നിന്നാണ് രക്ഷപ്പെടേണ്ടത്? സംഘദോഷ സേ തോ ബച്ചനാഹി ഹെ. സംഘദോഷത്തിൽ നിന്ന് രക്ഷപ്പെടുക തന്നെ വേണം. ഏക് ഔർ വിശേഷ് ബാത്ത് ഹെ. ഇനി ഒരു വിശേഷിച്ച കാര്യമുണ്ട്. കുമാരിമാർ രക്ഷപ്പെടേണ്ട വേറൊരു പ്രത്യേക കാര്യവും കൂടി ബാബ ഓർമ്മിപ്പിക്കുകയാണ്. अब बहुत रूप से, आत्मा के रूप से, शरीर के रूप से आप सभी को बहकाने वाले बहुत रूप सामने आएंगे. വളരെയധികം രൂപങ്ങളിൽ, ആത്മാവിൻ്റെ രൂപത്തിലും ശരീരത്തിൻ്റെ രൂപത്തിലുമൊക്കെ നിങ്ങളെ കുഴപ്പത്തിലാക്കുന്നതിന് വേണ്ടി വളരെ രൂപങ്ങൾ മുന്നിൽ വരും. ലേക്കിൻ ഉസ്മേ ബഹക്കന നഹി ഹെ. നിങ്ങളതിൽ പെട്ടുപോകരുത്. ബഹുത്ത് പരീക്ഷയായെങ്കിൽ, വളരെയധികം പരീക്ഷകൾ വരും. ലേക്കിൻ ഹൈ കുച്ച് നഹി. എന്നാൽ ഇതൊന്നുമല്ല. ഇത് പല പല രൂപങ്ങളിൽ നമ്മളെ പരീക്ഷിക്കാൻ പലതും വരും. പക്ഷേ അതൊന്നുമല്ല, നിങ്ങളെ വെറുതെ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി മാത്രം വരികയാണ്. കുട്ടികൾ അതിൽ പെട്ടുപോകരുത്, ആ ഒരു ഒഴുക്കിൽ ഒഴുകരുത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പരീക്ഷാവുമേ പാസ് കോൻ ഹോ സക്താ ഹെ. പരീക്ഷയിൽ ആർക്കാണ് പാസ്സാകാൻ കഴിയുന്നത്? ജിസ്കോ പറഖ് പൂരി ഹോങ്കി. ആർക്കാണോ പൂർണ്ണമായിട്ടും തിരിച്ചറിവുള്ളത് അവർക്ക് പരീക്ഷയിൽ പൂർണ്ണമായി പാസ്സാകാൻ കഴിയും. പറക്കിനേക്ക് ജിത്തിനി ശക്തി ഹോങ്കി ഉത്തനാഹി പരീക്ഷാവുമേ പാസ് ഹോങ്കി. തിരിച്ചറിയുന്നതിനുള്ള ശക്തി ആരിൽ എത്രമാത്രം ഉണ്ടോ അതിനനുസരിച്ച് അവർക്ക് പരീക്ഷകളിൽ ജയിക്കാനും കഴിയും. പറക്കിനേക്ക് ശക്തി കം രക്തേ ഹോ परख नहीं सकते हो कि यह किस प्रकार का विघ्न है, माया किस रूप में आ रही है और क्यों मेरे सामने यह विघ्न आया है. തിരിച്ചറിയുന്നതിനുള്ള ശക്തി കുട്ടികൾക്ക് വളരെ കുറവാണ്. തിരിച്ചറിയാൻ കഴിയുന്നില്ല ഇത് ഏത് പ്രകാരത്തിലുള്ള വിഘ്നമാണ്, മായ ഏത് രൂപത്തിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്, എന്തുകൊണ്ടാണ് എൻ്റെ മുന്നിൽ ഈ വിഘ്നം വന്നത്, ഇത് തിരിച്ചറിയുന്നതിനുള്ള കഴിവ് കുട്ടികൾക്കില്ല. ഇസേ റിസൾട്ട് ക്യാ ഹെ. ഇതിലൂടെ റിസൾട്ട് എന്താണ് വരുന്നത്?
यह परख कम होने के कारण परीक्षाओं में फेल हो जाते हैं. തിരിച്ചറിയുന്നതിനുള്ള ശക്തി കുറവായത് കാരണം പരീക്ഷകളിൽ കുട്ടികൾ തോറ്റുപോവുകയാണ്. പറക്ക് അച്ഛി ഹോങ്കി വഹു പാസ് ഹോ സക്തേ ഹെ. ആർക്കാണോ ഈ പരീക്ഷകളെ തിരിച്ചറിയാൻ കഴിയുന്നത് അവർക്ക് പാസ്സാകാനും കഴിയും. അപ്പം ബാബ ഓർമ്മിപ്പിക്കുകയാണ്, ഏത് രൂപത്തിലുള്ള വിഘ്നമാണ് എൻ്റെ മുന്നിൽ വന്നത്, മായ ഏത് രൂപത്തിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്, എൻ്റെ മുന്നിൽ എന്തുകൊണ്ടാണ് ഈ വിഘ്നം വന്നത്, ഇത് തിരിച്ചറിയുന്നതിനുള്ള ശക്തി കുട്ടികൾക്ക് പൊതുവെ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് പരീക്ഷ വരുമ്പോൾ തോറ്റുപോകുന്നത്. അപ്പോൾ ബാബ തിരിച്ചറിയുന്നതിനുള്ള ശക്തിയെ ശരിയായിട്ട് ഉപയോഗിക്കൂ. ബാബയോടൊപ്പം ഇരുന്നു കൊണ്ട്, ബാബയെ കൂട്ടുപിടിച്ചുകൊണ്ട് തൻ്റെ ബുദ്ധിയുടെ തിരിച്ചറിയുന്നതിനുള്ള ശക്തിയെ വർദ്ധിപ്പിക്കൂ. അങ്ങനെ പരീക്ഷകളിൽ പാസ്സാകാൻ ശ്രമിക്കൂ. അത്രയും പറഞ്ഞുകൊണ്ട് ബാബ മുരളിയുടെ നിർത്തുകയാണ്. ഓം ശാന്തി.